ഹലോ ഗായ്സ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡിലെ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഷോറൂം റീജിയൻ യൂസ്ഡ് കാർ ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏജന്റ് ആണെങ്കിൽ നമ്മളപ്പോൾ അവിനാഷ് ഭായ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാർ ഏകദേശം നോക്കി വെച്ചിട്ടുണ്ട്. യാരിസിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയ 2019 മോഡലാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കുറേ കാറുകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നോക്കി വെച്ച് ഇതാണ് ഇവിടെ എല്ലാവരും അങ്ങനെ തായ്ക്കാർ പൊതുവേ എല്ലാവർക്കും ഒരുപാട് പുതിയ വേർഷൻസ് വരുമ്പോൾ അവർ പഴയ കാർ വെക്കും, എന്നിട്ട് പുതിയ കാർ എടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കി വെച്ച കാറ്. ഏകദേശം ടൊയോട്ട യാരിസിൻ്റെ 2019 മോഡലിലെ കാറാണ്. കണ്ടോ, ഏകദേശം 4,65,000 ഭാഗത്താണ് ഇതിൻ്റെ തായ് ഭാഗത്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നോക്കി വെച്ച വണ്ടി. കണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളി വണ്ടിയല്ലേ? എടുത്താലോ? നിങ്ങൾ തന്നെ പറ, ഇത് എടുക്കണോ വേണ്ടത്? വണ്ടി ഏകദേശം ടെസ്റ്റ് ഡ്രൈവറും ചെയ്ത് പുറത്തോട്ട് നോക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറകിലത്തെ വ്യൂ വണ്ടീൻ്റെ. യാരിസാണ് കേട്ടോ, യാരിസ് 6761. അടിപൊളിയാണ് സംഭവം, നല്ല കൂളാണ്. ഏകദേശം 20,000 കിലോമീറ്റർ മാത്രം. അനി കിലോമീറ്റർ കി വിങ് 20 കിലോമീറ്റർ, ഏകദേശം 20 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പുതിയ വണ്ടിയാണ്. ഏകദേശം 2019 കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാർ ഷോപ്പിൻ്റെ മുതലാളിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, ഐ വിൽ ഇൻട്രൊഡ്യൂസ് ദ ഷോപ്പ് ഓണർ. ഓക്കെ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് yourself? Good afternoon. I'm Rajan. Okay. I'm third generation, born and brought up in Thailand. Okay. Yeah, we belong to Indian race, but born and brought up here in Bangkok. We are located in Ratchapruk, near Soi 10, and we do second-hand used cars. Our cars are all of grade A qualities, no accidental, no flooded cars, and we give full warranty on our cars, including after-sales service of engine and gear. So anyone who buys or purchases a car from us, you can be with confidence. You can take the car from us, that you are getting a good car and also good service. Thank you. How many years you are staying here? You're staying with your family, right? Everyone is staying here, right? We have been here for my grandfather was here. Okay. Almost 70 years back. So he born in Chiang Mai. My father is 50 years old, almost 60 now, 58 I think. So he is also owning the business. He also helped me with the second-hand used cars. Okay, thank you. These are my marketing staffs. Okay. This is my sales team. So we are in total of 15 people. 15 and people. We have IT. They do graphic design and everything. Oh. Yeah. So you're doing other business also? We do furnitures also. Furniture and real estate also. Oh, okay. So anything you can always refer to us on YouTube, Facebook, Okay. Regent Home Car. Regent Home Car. Okay. Then what is the deal with the 1-2 car? You and 1-2 car? We are also in websites. Talat Road, Khai Di, 1-2 car. We are in every channel. Oh, okay, like All that. of marketing. നമ്മൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ എപ്പിസോഡിലും കഴിഞ്ഞ പല വ്ളോഗിൽ നിങ്ങൾ അവിനാഷ് ഭായിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അടിപൊളി റോഡാണ്. ഏകദേശം ഒരു 3:30 സമയമായി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതിന് ഫുഡ് കഴിക്കണം പോയിട്ട്. അവനാശ് ഭായി വീട്ടിൽ ഫുഡ് ഇട്ടു. അവനാശ് ഭായിൻ്റെ വൈഫ് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അവനാശ് ഭായിൻ്റെ വീട്ടിലെ വ്ളോഗ് നമുക്ക് ചെയ്യാം. ഉറപ്പൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അടിപൊളി റോഡാണ്. നിങ്ങൾ റോഡ് കണ്ടോ? റോഡ് എടുക്കാം. നമ്മുടെ തായ്ലൻഡിലെ റോഡുകൾ. നമ്മൾ അവനാശ് ഭായിൻ്റെ സ്വന്തം വണ്ടിയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ അവനാശ് ഭായിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മോനെ ഗംഭീരാന്നല്ല, ഇത് കുറേ ഉണ്ടല്ലേ, ഇഷ്ടംമാരി ഉണ്ട്. സെക്യൂരിറ്റി അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ ഇത് കാണിക്കണം. പിടിച്ചോ നമ്മുടെ സ്കാനെല്ലാം ചെയ്ത് നമ്മുടെ ഉള്ളിൽ കാർ പാർക്ക് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ കണ്ടുകൊടുത്താണ് തായ്ലൻഡിലെ കാർ പാർക്കിംഗ്. കാട്ടുന്നുണ്ടല്ലോ ഇങ്ങനെ നല്ലൊരു റേസിംഗ് നടത്തി കളഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോൾ അവനാശ് ഭായിൻ്റെ മാരകമായ കാർ പാർക്കിംഗ് സ്കിൽസ് ഇവിടുന്ന് ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഇരുട്ടത് അപ്പുറത്തെ കണ്ടത് ഞാൻ അത്രയില്ല. റേസിംഗിലൂടെയാണ് നമുക്ക് സാധാരണ റേസിംഗ് നടത്തി അവസാനം ഇയാള് നീരെ കൂടെ വന്നേ. അല്ല, അയാളെ പറ്റില്ലല്ലോ, നമ്മൾ കുറച്ച് സ്പീഡിലല്ലോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ റേസിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെ വണ്ടി വരാൻ ചാൻസ് ഉണ്ടല്ലേ? ഇരുപതിലേ പോകാൻ പാടുന്നു. ജാങ്കേഷിന്റെ മാരകമായ ഡ്രൈവിംഗ് സ്കിൽസ് ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്പീരിയൻസ് എല്ലാം അയ്യോ ഗെയിം കളിക്കാണെന്ന് വിചാരിക്കുന്നത്. ഇത് 2-3 നില കെട്ടിടത്തിന്റെ മേലെ പാർക്കിംഗ് സ്പേസ് എന്നാണ് അവനാശ് ഭായിന്റെ മാരകമായ കണ്ടോട്. ഇതാണ് അവനാശ് ഭായി. ഇതാണ് പാർക്കിംഗ്. എവിടെയാണോ പാർക്ക് ചെയ്യാ? ഓക്കെ, ഇത് എത്രാമത്തെ നില? ഇത് സെക്കൻഡ് നിലയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് തായ്ലൻഡിലെ കാർ പാർക്കിംഗ് ആണ്. ഒരു ബിൽഡിങ്ങിൻ്റെ എത്ര നില ബിൽഡിങ് പാർക്കിംഗ് ഉണ്ടോ? 7 നില ഉണ്ടാവും അല്ലേ? ഓക്കെ, കണ്ടോ അതാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ അവനാശ് ഭായിൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. നല്ല യേശുവല്ലുണ്ട്. ഹലോ, ഇതാണ് നമ്മുടെ അവനാശ് ഭായിൻ്റെ മോൻ. കമോൺ. ഇതാണ് അവനാശ് ഭായിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. നല്ല അടിപൊളി വ്യൂവിലുണ്ട്. ഇവരെ പരിചയപ്പെടുത്തിക്കാമല്ലോ. നമുക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുത്താണ് അവനാശ് ഭായിൻ്റെ ഭാര്യ ഉദ്ദേശിച്ചില്ല. ഇത് മോൻ്റെ പേര് പറഞ്ഞോളൂ. ദേവിക്. എത്ര പഠിക്കുന്നത്? പറഞ്ഞോ. ക്യാമറ ഉണ്ടായിരുന്നു ഫുള്ള് മടി. ഫുള്ള് നാടോന്നല്ല, ഫുള്ള് ഇതായി ഐഡലായി പോയി. ഇതാണ് മാരകമായൊരു വ്യൂ കാണിക്കാം കേട്ടോ. ഇതാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മാരകമായ വ്യൂ. ഇത് തുറക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് 17ാമത്തെ നിലയിലെ വ്യൂ അല്ല, 17th ഫ്ലോറിലെ വ്യൂ ആണ്. കണ്ടോ ഗംഭീര സ്ഥലം. ഈ സ്ഥലം, ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കാർ പാർക്കിംഗ് അല്ലാണ്ട് നിങ്ങൾ എന്താ ചാപ്ര റിവറാണത്? ആ സൈഡ് കാണുന്നല്ലേ? ചാപ്ര റിവർ സൈഡിലെ അടിപൊളി അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റ് പേരെന്നാ? PST കൊണ്ടോവില്ലോ. ഓക്കെ, അടിപൊളി. വലിയ ടി വിയിലുണ്ട്. ഇതാ നമുക്ക് അവനാശ് ഭായിൻ്റെ ബെഡ്റൂമിലേക്ക് കിടക്കാം. നമുക്ക് റൂം കാണിക്കാം. ഇതാണ് അവനാശ് ഭായി ഉറങ്ങുന്ന സ്ഥലം. പറയുന്നത് തുറക്ക്. ഇനി നമുക്ക് ഇത് ബാത്റൂമൊക്കെ ക്ലീൻ ആണ് വെറുതെ കാണിക്കുന്നത്. ഇതാണ് ബാത്റൂം. ഓക്കെ, അപ്പോൾ ഇത് 1 BHK 2 BHK? എത്ര BHK അപ്പാർട്ട്മെൻറ്റ് ഇത്? ഇതൊരു BHK. 1 BHK അപ്പാർട്ട്മെൻറ്റ് സാധാരണ ബാങ്കോക്കിൽ അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഉണ്ടാവാം. ഇതിനെതിരെ റെൻ്റ് എത്രയാ? 9,500. ഓക്കെ, ഇതൊക്കെയാണ് ബാങ്കോക്കിലെ അവസ്ഥകൾ. കണ്ടോളൂ.
ചെറിയൊരു ബാൽക്കണി ഇവിടെ ഉണ്ട്, അവിടെ നല്ല വ്യൂ ഉണ്ട്, ഗംഭീര വ്യൂ.